ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്റ്റർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് 11. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് നവീൻ ചന്ദ്രൻ, റയ ഹരി, രവിവർമ്മ, അഭിരാമി ആൻഡ് ഓക്കെ രമി എന്നിവരാണ്. പിന്നെ അടുക്കള എന്ന സിനിമ അഭിനയിച്ചിട്ടുണ്ട്. പടം ഡയറക്റ്റ് ചെയ്യുന്നത് ലോകേഷ് അജിസ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം തന്നെയാണ് ഈ സിനിമ ഡയറക്ടറും. പ്രൊഡ്യൂസ്ഡ് ബൈ റയ ഹരി ആൻഡ് അജ്മൽ ഖാൻ. ആരൊക്കെയാണ് എനിക്ക് അറിഞ്ഞിട്ട്. പിന്നെ മ്യൂസിക് ബൈ ഡി ഹിമൻ. സിനിമാറ്റോഗ്രഫി ബൈ അശോകൻ കാർത്തിക്. എഡിറ്റഡ് ബൈ ശ്രീകാന്ത് KB. And is the costume designed by RK ധൻരാജ് പറഞ്ഞിട്ടിപ്പോഴാണ്. പാട്ട് എങ്ങനെ ചോദിച്ചാൽ ഒരുപാട് നാളത്തെ ക്ഷീണം തീർത്തു എന്നല്ല, കൂലി തൊട്ട് ഞാൻ ഒരുപാട് സഫർ ചെയ്തു. മീൻസ് ഇപ്പോൾ കൂലിയാണെങ്കിലും തമ്മടുന്നതിന് റിവ്യൂ ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പടം കണ്ടിട്ട് റിവ്യൂ ഇട്ടിട്ട് ഞാൻ നല്ല സഫർ ചെയ്തിട്ടുണ്ട്. മീൻസ് എനിക്ക് അമ്മാതിരി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുള്ളത്. രണ്ട് പടം അമ്മാതിരി ഷോ ആയിരുന്നു. എക്സ്പെക്റ്റ് ചെയ്തിട്ട് വെറുതെ എന്തിനാ കളയണമെന്ന് പറഞ്ഞു പറയിപ്പിച്ചിട്ടടങ്ങും എന്ന് പറഞ്ഞാണ് എഴുതുന്ന പടം ഉണ്ടായിരുന്നു. രണ്ട് പടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം അതിൻ്റെയൊക്കെ റിവ്യൂ ഞാൻ ഇട്ടത് തന്നെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം ഞാൻ അത്യാവശ്യം മാറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വർഷം ഈ വർഷം ഇതുവരെയുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ഇത് തന്നെയാണ്. സെക്കൻഡ് ഈസ് ടൂറിസ്റ്റ് ഫാമിലി, തേർഡ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള, ഫോർത്ത് നരിവേട്ട, ഫിഫ്ത്ത് വാർ 2, സിക്സ്ത്ത് ഇത് ഹിറ്റ് 3. പിന്നെ അത് കഴിഞ്ഞാൽ എമ്പുരാൻ കഴിഞ്ഞാൽ റെട്രോ കഴിഞ്ഞാൽ ഡാക്ക് മഹാരാജ്, പിന്നെ സംക്രാന്തി ക്രിസ്തുന. ആ പടത്തിൽ എനിക്ക് ഹൈലൈറ്റ് പോസിറ്റീവായിട്ട് തോന്നിയത് പൊളിച്ചടുക്കിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർബായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പാട്ടൊക്കെ കമ്പോസ് ചെയ്ത ആളാണ് ചെയ്യുമ്പോൾ അങ്ങനെ ഇതിൽ മാച്ച് നല്ല ചെയ്തിട്ടുണ്ട്. മീൻസ് ഞാൻ സിനിമ എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനൊരു സിനിമ ഇറങ്ങിയതെന്ന് എൻ്റെ ഇടയ്ക്ക് എന്താണോ അറിഞ്ഞത്. എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കണ്ടത്. എന്തായാലും എനിക്ക് അത്യാവശ്യം ഈ സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ റൈറ്റിംഗ് വേറൊരു ഹൈലൈറ്റ് പോസിറ്റീവാണ്. സൂപ്പർ ചെയ്തിട്ടുണ്ട്. സിനിമയുടെ കഥയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ആമസോണിലാണ് ഞാൻ കണ്ടത്. പിന്നെ പടത്തിന് സിനിമാറ്റോഗ്രഫി വേറൊരു ഹൈലൈറ്റ് പോസിറ്റീവാണ്. അശോകൻ കാർത്തിക് ഓരോ സീനും മീൻസ് അത്യാവശ്യം നല്ലതായിട്ട് ചെയ്യണം. പിന്നെ ഇതിൽ ചില സീൻസ് കോപ്പി ഉണ്ട്. എനിക്ക് ചില സാധനങ്ങൾ കോപ്പിയുള്ള അതിൽ ഫീൽ ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ സ്പൈഡർ എന്ന സിനിമയുണ്ട് മഹേഷ് ബാബുവിൻ്റെ. അത് ഡാർക്ക് നൈറ്റിൻ്റെ ഇൻസ്പിറേഷൻ കൂടിയാണ്. ഇത് ഡയറക്റ്റ് ഒരു ദിവസമായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ SD സുരേന്ദ്രൻ വില്ലനെ അപ്പം അങ്ങനത്തെ ഒരു മാസ്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഒരു ചാക്ക് കൊണ്ടുണ്ടാക്കിയിരിക്കണം. അതുമാതിരിയാണ് ഇവിടെ വില്ലൻ്റെ മാസ്ക്. പറയാൻ മറന്നു കേട്ടോ. നായകൻ തന്നെയാണ് സിനിമയിൽ വില്ലൻ. അത് ലാസ്റ്റ് റിവീൽ ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ ഈ പടത്തിൽ സീരിയൽ കില്ലർ മീൻസ് നായകൻ ഈ സീരിയൽ കില്ലറുടെ മാസ്ക് അതുമാതിരി തന്നെയാണ് ഡിസൈൻ ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് പ്രചോദനം മീൻസ് കോപ്പി അടിച്ചിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് അടിച്ച് മാറ്റിയതാണോന്നും എനിക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ അത് കണ്ടിട്ട് ഇൻസ്പിറേഷൻ തന്നെ ആയിരിക്കുള്ള കോസ്റ്റ്യൂം ഡിസൈനർ ഐ ഡോണ്ട് നോ. അതൊരു കോപ്പിയായിട്ട് ഫീൽ ചെയ്ത്. പിന്നെ ഇതിലെനിക്ക് ഫീൽ ചെയ്ത സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ കാണുന്ന സമയത്ത് ഇപ്പോൾ മെമ്മറീസ്, അഞ്ചാം പാതിര,
അങ്ങനത്തെ ക്രൈം ത്രില്ലേഴ്സൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ മീൻസ് ഈ രണ്ട് ക്രൈം ത്രില്ലേഴ്സും എനിക്ക് എവിടേക്കോ ഇങ്ങനെ പോകുന്നുണ്ട്. മീൻസ് ഇത് രണ്ടിൻ്റെയും വൈബ് മീൻസ് ഈ ഇപ്പോൾ മെമ്മറീസ് ഒരു വൈബ്, മെമ്മറീസും അഞ്ചാം പതിരൊരു വൈബിൽ വരുന്ന സിനിമയാണ്, ഒറ്റ വൈബിൽ. മീൻസ് ഇത് രണ്ടും ഒരേ വൈബിൽ വരുന്ന സിനിമയാണ്. അപ്പോൾ അതുമാതിരി ഇതേ വൈബിൽ അന്ന് ഇറക്കിയിരിക്കുന്ന സിനിമ മാതിരി എനിക്ക് ഫീൽ ചെയ്തിരുന്നു ഈ സിനിമ അത്യാവശ്യം. മീൻസ് കാരണം ഇതിൻ്റെ ഫ്ലാഷ് ബാക്ക് എത്തിയപ്പോൾ എവിടെ ഞാൻ നെട്ടിപ്പോയി. മീൻസ് ഇത് നവീൻ ചന്ദ്രയാണ്, ഇത് നവീൻ ചന്ദ്രയുടെ ഫ്ലാഷ് ബാക്ക് കേട്ടുന്ന സമയത്ത് ഞാൻ ഇത് നെട്ടിപ്പോയി. ഇങ്ങനെടാ ചെയ്യണത് നവീൻ ചന്ദ്രയുടെ ഞാൻ ഇതിന് മുമ്പ് നായകനായിട്ട് അഭിനയിച്ച പടങ്ങളിൽ ആകെ ഞാൻ ഫുൾ കണ്ടിരിക്കണം ബ്രോ എന്നൊരു സിനിമയാണ്. അത് നമ്മുടെ രാജേട്ടൻ്റെ ബ്രോ കൂടെ എന്ന് പറഞ്ഞ സിനിമയുടെ റീമേക്കായിരുന്നു. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടാവുന്നൊരു സിനിമയും കൂടിയായിരുന്നു. അതൊരു ആവറേജ് എന്ന് പറയാൻ എനിക്ക് നല്ലത്, ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത് എനിക്ക് സിനിമ. പിന്നെ ഇങ്ങനെ ഫുൾ പടം കണ്ടിട്ടുള്ളത് ഇങ്ങനെ വില്ലനായിട്ടും ചെറിയ റോളുകളൊക്കെ ചെയ്തിട്ടുള്ള. മീൻസ് ഇപ്പോൾ പട്ടാസ് നമ്മുടെ മനുഷ്യൻ്റെയാണ്, പിന്നെ ജിഗർദണ്ഡ് ബ്ലഡ്സ് അങ്ങനത്തെ ഒക്കെ, പിന്നെ ഗാനി ബറന്തേജുണ്ട്, ഇതൊക്കെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. വേറെ കണ്ടിട്ടുണ്ട് അവർക്ക് ഞാൻ മറന്നു പോയതായിരിക്കാൻ ചാൻസ് ആയിടണോ. പാടത്തിൽ ഞാൻ പറയാൻ എഡിറ്റിങ് സീൻസ് അതാണ് കേട്ടോ, ഒരു ലാഗും വരണില്ല. മീൻസ് ഒന്ന് സിനിമാറ്റോഗ്രാഫിയുടെ മിടുക്ക്, പിന്നെ റൈറ്റിങ്ങിൻ്റെ മിടുക്ക്. പക്ഷേ ഈ സിനിമ എങ്ങനെ എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാവുന്നത്, ഞാൻ ഇറ്റ് ഈസ് എ 100 ഫിലിം ഇങ്ങനെ ഇടയ്ക്ക് ഫീൽ ചെയ്ത്. എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഹിറ്റാണോ ഫ്ലോപ്പാണോ എടുത്തിട്ട് മറ്റേ ഗൂഗിളിൽ അടിച്ച് നോക്കിയപ്പോൾ കാണിക്കണത് ഫ്ലോപ്പെന്ന്. എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ, ഇതെന്ത് സ്കാം നടന്നു ഈ വർഷം. ബോക്സ് ഓഫീസ് വരെ സ്കാം ഒന്നും നടത്തിയാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം, ഈ വർഷം മാത്രമല്ല, ഞാൻ കുറച്ച് വർഷമായിട്ട് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. മീൻസ് ഇപ്പോൾ കിങ്ഡം സിനിമ ആദ്യത്തെ ഒരു 3 ദിവസം കൊണ്ട് 80 കോടി അടിച്ചു. ഓക്കെ, ആ പടം ജയിക്കേണ്ട സിനിമയായിരുന്നു. പക്ഷെ അത് എന്തോ പറ്റിയാണ് എനിക്ക് അറിഞ്ഞൂടെ കറക്റ്റായിട്ട്. ഇനി മാത്രമേ അടിച്ചുള്ളൂ. ഫൈനൽ കളക്ഷൻ നോക്കിയപ്പോൾ 80 കോടിയാണ്. പടം 100 പടം ജയിച്ചില്ലെന്ന്. ഇവിടെ ഇതൊക്കെ എങ്ങനെ പിന്നെ കൂലി വില ബഡ്ജറ്റ് തിരിച്ചടിച്ചു എത്ര. ഇവിടെ അതൊക്കെ എങ്ങനെ പിടിക്കണമെന്ന് എനിക്ക് ഇതിലായിട്ട് ഒരു ഐഡിയ കിട്ടണില്ല. കൂലി അമ്മാതിരി കൂറപ്പടമാണ്, വേറെ ഐഡിയ പിന്നെ. അത് വാർ 2 വല്ലതുമാണ് ബഡ്ജറ്റ് തിരിച്ചു പിടിച്ചെങ്കിൽ ഓക്കെ, അതിൽ വല്ല സമ്മതിക്കാം. ബിക്കോസ് ആ സിനിമയ്ക്ക് കേരളത്തിൽ മിക്സ്ഡ് റിവ്യൂസാണ്. കേരളത്തിലാണെങ്കിലും തമിഴ്നാട്, തെലുങ്ക് ആയിട്ടുണ്ടോ, തെലുങ്ക് കർണാടക സൈഡ് എനിക്കായിട്ടുണ്ടോ, നോർത്ത് ഇന്ത്യ കുറച്ച് ഡൗൺ ആയെന്ന് തോന്നുന്നു. അവിടെ ഇൻസിഡൻറ്റ് തോന്നുന്നു എനിക്ക് സിനിമയ്ക്ക്. എന്നാലും ആ സിനിമ അത്യാവശ്യം ഒരു ആവറേജ് ഇട്ടെങ്കിൽ കിട്ടേണ്ട സിനിമയായിരുന്നു. ഇപ്പോൾ കിങ്ഡവും ഇതും വാർ 2. പിന്നെ വേറൊരു പടം ഇതേമാതിരി ഒരു സ്കാം നടന്നിട്ടുള്ള സംശയമുണ്ട്. ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല, അതിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്. ആ പടത്തിൻ്റെ പേര് മൈതാൻ എന്നെന്തുവാണ്. നമ്മുടെ അജയ് ദേവിനാണ് സിനിമ സിനിമയ്ക്ക് വന്ന പോസിറ്റീവ് എന്തുവാണ് കിട്ടിയെന്നാണ് ഞാൻ ഗൂഗിൾ അടിച്ചത് കണ്ടത്. പക്ഷേ സിനിമ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ, കണ്ടിട്ടില്ല. എന്തായാലും ഇനി അടുത്തത് എന്തായാലും ഒ ടി ടിയിലുള്ള പടങ്ങളെടുത്ത് നോക്കുമ്പോൾ ഇനി അത് എന്തായാലും അതായിരിക്കും ഇങ്ങനെ കാണാൻ. ഒ ടി ടിയിൽ വന്നിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ തിയേറ്ററിൽ വെച്ച് നോക്കുമ്പോൾ ആയിട്ടൊന്നോ എന്തായാലും ഫസ്റ്റ് ഹാഫ് നൈസായിട്ട് ചെയ്തു. ആദ്യം ദിവസം വരെ ഒരു ലാഗ് എനിക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എനിക്കൊരു ലാഗ് എനിക്ക് ഫീൽ ചെയ്ത് നായികനെ കാട്ടിയപ്പോഴായിട്ട് എനിക്ക്, എന്നിട്ട് നായികയ്ക്ക് പണി കിട്ടുകയും ചെയ്തു. ഈ ഇടപെടലുള്ളൂ കേട്ടോ, അത് വേറെ വ്യക്തി. നായിക അതൊന്നും പറയാൻ പറ്റില്ലടി, നമ്മുടെ നായകൻ്റെ മീറ്റിംഗ് അത്രേ പറയാൻ പറ്റുള്ളൂ. അതിനൊക്കെ നായകൻ എന്നൊക്കെ പറയാൻ നിന്നൊരു കോമഡി ആയിരിക്കും, അത് വേറെ കാര്യം. വേറെ ഒരു കുഴപ്പമൊന്നും സിനിമയിൽ ഫീൽ ചെയ്തിട്ടില്ല. എന്തായാലും എനിക്ക്
എനിക്ക് ഇതൊരു നല്ലൊരു പടമാണ് ഫീൽ ചെയ്തത്. എനിക്ക് ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ഫിലിം ഓഫ് ദിസ് ഇയർ എന്ന ടാഗ് ഈ പടത്തിനൊന്നും കൊടുക്കാൻ എനിക്ക് 100% ഞാൻ കൊടുക്കും എന്നാണ് ഞാൻ പറയണത്. പിന്നെ ഇത് പിന്നെ ഒരു തമിഴ് പടം ഈ വർഷം ഇറങ്ങിയ തമിഴ് പടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഇതും ടൂറിസ്റ്റ് ഫാമിലി പിന്നെ ഗുഡ് ബൈ ഡാഗ്ലി അങ്ങനത്തെ പടങ്ങളൊക്കെ. പിന്നെ ചിലതുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഡ്രാഗൺ അത്യാവശ്യം നൈസോട് വരുന്നു. നമ്മുടെ പ്രദീപ് രംഗനുണ്ട് അതൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങളുടെ ഒരു രാക്ഷസനോ പുറത്തൊഴിൽ അതിലോ ഒരു ക്രൈം ത്രില്ലർ കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ പ്രിസ്ക്രൈബ് യു ദിസ് ഫിലിം. നൈസ് പടമാണ്, കാണണമെന്ന് ആഗ്രഹമുണ്ട്, കണ്ടു നോക്കാം. ചാൻസ് വിട്ട് കളയാതെ ആമസോണിൽ കിടപ്പുണ്ട്, ടെലിഗ്രാമിൽ ഡൗൺലോഡ് ചെയ്ത് കാണും എന്നാണ് ഞാൻ 100% ചെയ്യാൻ പോകും. എന്തായാലും എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്തായാലും എനിക്ക് ഈ കണ്ണിന് അടിയിൽ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ വേറൊന്നും വിചാരിക്കരുത്, ഭ്രാന്താണെന്ന് വിചാരിക്കരുത് പ്ലീസ്. എന്തായാലും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എനിക്കെന്തായാലും ഇത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എല്ലാം എന്ന് പറയണം ചുണ്ണാകുന്നത് നമുക്ക് സഹായിക്കുക. അപ്പോൾ ബൈ ബൈ. ഇതിൽ ഡിസ്കസ്.